അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെയും നാട്ടിലേക്ക് ഒരു യാത്ര പോയാലോ? വിശുദ്ധമായ ഖുർആൻ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനതയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: പാറ കൊണ്ട് വീടുകൾ കെട്ടിയുണ്ടാക്കി വിസ്മയം തീർത്ത സമുദായം. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. വലിയ വലിയ പാറകൾ തുരന്ന് നോക്കൂ നിങ്ങൾ, വലിയ വലിയ പാറക്കെട്ടുകളാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ തുരന്നുകൊണ്ട് അതിൽ മനോഹരമായ വീടുകളും കെട്ടിടങ്ങളും അവരുടെ നിയമസഭകളും എന്നൊക്കെ നമുക്ക് പറയാം. അവർ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വിശാലമായ കെട്ടിടങ്ങൾ വരെ ഇതിൽ ഉണ്ട്. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇനി നമുക്ക് അവരുടെ ഏതാനും ചില വീടുകളൊക്കെ കാണാം. നോക്കൂ, ഇതൊക്കെ അവരുടെ വീടുകളാണ്. അവരന്ന് താമസിച്ചിരുന്ന വീടുകളാണ്. വലിയ വലിയ പാറകൾ, എത്ര മനോഹരമായിട്ടാണ് അതിൽ അവർ വർക്കെടുത്തിക്കുന്നത് എന്ന് നോക്കൂ നിങ്ങൾ. നൂറ്റാണ്ടുകളേറെ പഴക്കമുണ്ട് ഈ വീടുകൾക്ക്. ഇന്നും അത് പുതുമയോടെ കാഴ്ചക്കാർക്ക് കൗതുകം പകർന്നിങ്ങനെ നിൽക്കാൻ. ഇതൊക്കെ അന്ന് അവർ താമസിച്ചിരുന്ന അവരുടെ വലിയ വീടുകളാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട സംഘത്തോടൊപ്പം നമ്മളതൊക്കെ ഇങ്ങനെ കാണുകയാണ്. എല്ലാവർക്കും അവിടെ എത്താനും അതൊക്കെ കാണാനും ചരിത്രങ്ങൾ പഠിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിൻ്റെയൊക്കെ മുകളിൽ കണ്ടങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കൊടുക്കണേ. അതുപോൽക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാണെന്നാണ് പറയുന്നത്. ഓൽക്ക് ആ മുകളിൽ കാണുന്ന ആ സ്റ്റെപ്പുകൾ ഈ ആളുകൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാണ്. ഇതവരുടെ നേതാവിൻ്റെ ഖബർ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്. വിശാലമായി കാണാനുള്ള അതിമനോഹരമായ സ്ഥലമാണ് നമ്മളെ എന്താ പറയുക, മദായിനു സ്വാലിഹീൻ, ഈ ചരിത്രഭൂമി. എല്ലാവരും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഒക്കെ വരികയും കാണുകയും ഒക്കെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. മാഷാ അല്ലാഹ്. One of the magnificent civilizations that lived here is the Nabatean civilization. Hegra was one of the most important cities in the Nabatean kingdom. It thrived as a result of its strategic location on ancient trading routes and as a result of the skill and ingenuity